കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് കെ.പി.സി.സി അംഗം കൊയ്യം ജനാർദ്ദനൻ തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് മണ്ഡലം കമ്മിറ്റികളുമായി ചർച്ച ചെയ്യാതെ ജയസാധ്യത ഇല്ലാതാക്കുകയാണ് ടി.കെ. ഗോവിന്ദന് പിന്തുണ നൽകുക വഴി നേതൃത്വം ചെയ്യുന്നത്. ഇതിനെതിരെയാണ് താൻ മത്സരിക്കുന്നത്. നാളെ ഉച്ചയോടെ നോമിനേഷൻ സമർപ്പിക്കുമെന്നും കൊയ്യം ജനാർദ്ദനൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് താങ്കളെ പോലുള്ള ഒരു മുതിർന്ന ഒരാൾ കെ.പി.സി.സി ഒക്കെ എടുത്തൊരു തീരുമാനത്തിന് എതിരായി മത്സരിക്കാൻ തീരുമാനിച്ചു? അല്ല, കെ.പി.സി.സി എടുത്ത തീരുമാനത്തിന് എതിരെന്ന് പറയാൻ പറ്റില്ല. തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ ഏകദേശം ഒരു 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇന്ന് തളിപ്പറമ്പിലുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ കൈചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാൾക്ക് 25,000-ൽ കുറയാതെ ഭൂരിപക്ഷം കിട്ടേണ്ട ഒരു സീറ്റ് 2 ദിവസം മുൻപ് പാർട്ടി വിട്ട് CPM വിട്ട് പുറത്തേക്ക് വന്ന ഒരാൾക്ക് അയാൾക്ക് പിന്തുണ നൽകാൻ സ്വതന്ത്രമായി അദ്ദേഹം നിന്ന് പിന്തുണ നൽകുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ഒരു സീറ്റിന് വേണ്ടി എന്നുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ല. ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരുടെ, മുസ്ലിം ലീഗുകാരുടെ, UDFകാരുടെ ഒരു വികാരമാണ് ഈ സീറ്റ്. ഈ സാഹചര്യത്തിൽ കിട്ടാവുന്ന, പൂർണ്ണമായി നമുക്ക് കിട്ടാവുന്നൊരു സീറ്റ് ഒരു CPMൻ്റെ 10-60 വർഷക്കാലത്ത് നിന്ന ഒരു പാർട്ടിക്കാരന്, CPMലെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു നിന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ, നമ്മളെ പാർട്ടിയിൽ കടന്നു വന്നിട്ടൊന്നുമില്ല, അദ്ദേഹം പുറത്തു തന്നെയാണുള്ളത്. അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുമെന്ന് പറയുന്നു. അദ്ദേഹം സ്വതന്ത്രനായി നിന്നോട്ടെ, നമ്മളതിന് എതിരൊന്നുമില്ല. പക്ഷേ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി വേണം. UDF തീർച്ചയായിട്ടും അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്ര ആലോചിക്കാതെയാണോ താങ്കളടക്കമുള്ള ഈ നേതൃത്വത്തോടോ അല്ലെങ്കിൽ ഈ മണ്ഡല നേതൃത്വത്തോട് ആലോചിക്കാതെയാണോ അങ്ങനെ ഒരു തീരുമാനം വന്നത്? അതെ, ഞങ്ങളോടൊന്നും ഈ അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെ മത്സരിക്കണം ആഗ്രഹമുള്ളവരാണ്. അത് നമുക്ക് ഇവിടെ 2-3 ആളുടെ പേരൊക്കെ ഒരു നിർദ്ദേശം വന്നിരുന്നു. അതിൽ എൻ്റെ പേരുമുണ്ട്. അതിപ്പോൾ പാർട്ടി ഒരു സീറ്റ് തന്നാൽ മത്സരിക്കാമെന്നല്ലാതെ കണ്ട് അവർ തരുന്നില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ ഇതുപോലൊരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് തളിപ്പറമ്പിൻ്റെ ഒരവസ്ഥ അറിയാം. ഓരോ സമയത്ത് പുറമേ നിന്നുള്ള ഓരോരോ ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഇത്രയും കാലം വർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകന് സീറ്റ് കൊടുത്തായിട്ട് എനിക്കറിയില്ല. ഞാനൊരു 53 വർഷമായി ഈ പാർട്ടിയിൽ പണിയെടുക്കുന്നു. അതിനകത്ത് 45ഓളം വർഷങ്ങൾ ഞാൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലേക്ക് ചെങ്ങളായി പഞ്ചായത്ത് മാറുന്നതിന് മുൻപ് 45ഓളം വർഷങ്ങൾ ഞാൻ ഈ തളിപ്പറമ്പിൻ്റെ മുക്കിലും മൂലയിലും യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് 9 വർഷം, കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ടായിട്ട് DCC സെക്രട്ടറി ആയിട്ടുള്ള സമയത്ത്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയ സമയത്ത് ഒക്കെയുള്ള KSUവിൻ്റെ, ഞാൻ തളിപ്പറമ്പ് സർസൈൽ കോളേജ് പഠിക്കുമ്പോൾ തുടങ്ങിയ, അല്ലെങ്കിൽ ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ പഠിക്കുമ്പോൾ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം. ആരാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? നിങ്ങളോടൊന്നും ചർച്ച ചെയ്യാതെ ആര് തീരുമാനം എടുത്തെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇയാൾക്ക് പിന്തുണ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹമാണെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായി രംഗത്ത് ഇറങ്ങിയിട്ട് പോലുമില്ല. അദ്ദേഹം രംഗത്ത് ഇറങ്ങുന്നേ ഇല്ല. ഇനിയും പുനഃപരിശോധന നടത്താനൊരു സമയമുണ്ട്. അത് നടത്തും തോന്നുന്നുണ്ടോ? പുനഃപരിശോധന നടത്തുന്നതാണ് എൻ്റെ അഭിപ്രായം. നടത്തുന്നതാണ് എൻ്റെ പാർട്ടി. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളെ നോമിനേഷൻ കൊടുക്കും. നാളെ 12 മണിക്ക് നോമിനേഷൻ ഞാൻ കൊടുക്കും തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ്. തളിപ്പറമ്പിൽ കോൺഗ്രസിനൊരു വിമത സ്ഥാനാർത്ഥി വരികയാണ്. കെ.പി.സി.സി അംഗം കൊയ്യം ജനാർദ്ദനൻ റിബലായി മത്സരിക്കും. CK വിജയനുണ്ട്. വിജയൻ, കൊയ്യം ജനാർദ്ദനന് പാർട്ടിയിൽ പിന്തുണയുണ്ടോ? പാർട്ടി അണികളുടെ പിന്തുണയുണ്ടോ? തളിപ്പറമ്പ് ഇത്തവണ ഒരു ഫൈറ്റിംഗ് സീറ്റായി ആ മണ്ഡലത്തിലെ പല UDF പ്രവർത്തകരും കണ്ട സീറ്റാണ്. പക്ഷേ CPM വിമതനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതിൽ കാര്യമായ അതൃപ്തി ഉണ്ടോ മണ്ഡലത്തിൽ? സ്വാഭാവികമായും ഉണ്ട്. കാരണം കൊയ്യം ജനാർദ്ദനൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പിൻബലത്തിലല്ല. കാരണം പ്രത്യേകിച്ച് അവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ പിന്തുണയുണ്ട്. അദ്ദേഹം തന്നെ നമുക്ക് തന്ന അഭിമുഖത്തിൽ അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഒട്ടും, അതായത് കഴിഞ്ഞ 5 വർഷക്കാലമായി ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള UDF പ്രവർത്തകർ, UDFൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ ചേർന്ന് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി പ്രവർത്തിച്ചു വരികയായിരുന്നു. കാരണം വർഷാവർഷങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ LDFൻ്റെ ഭൂരിപക്ഷം വളരെ
വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അത് മുതലെടുക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി തന്നെ ആ മണ്ഡലത്തിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ പല രീതിയിലുള്ള എതിർപ്പുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആ എതിർപ്പുകൾ മുതലാക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലം UDFന്റെ കൈകളിൽ സുരക്ഷിതമായി തിരിച്ചെത്തും, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പ്രവർത്തിക്കുന്നതിനിടയിലാണ് പൊടുന്നനെ അപ്രതീക്ഷിതമായി TK ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കാമെന്നും അദ്ദേഹത്തിന് പിന്തുണ നൽകാമെന്നും അയാൾ സ്വതന്ത്രനായി മത്സരിക്കട്ടെ, UDF അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാമെന്നും തീരുമാനിക്കുന്നത്. പക്ഷേ ആ തീരുമാനം ആരെടുത്തു എന്നറിയില്ല എന്നാണ് കൊയ്യം ജനാർദ്ദൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് നേതൃത്വം ഒരുപക്ഷെ കുറേ കൂടി ഉയർന്ന തലത്തിലുള്ള നേതൃത്വം ഇടപെട്ടെടുത്ത തീരുമാനമാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇവർ അറിയാതിരിക്കുന്നത്. ഏതായാലും ആ മണ്ഡലത്തിൽ TK ഗോവിന്ദന് അതുവരെ ഉണ്ടായിരുന്നൊരു പിന്തുണ ഉണ്ടാകും എന്ന് ഇപ്പോൾ പ്രതീക്ഷയില്ല. UDFന്റെ അകത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ സാരമായ എതിർപ്പുണ്ട്. ആ എതിർപ്പിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കൊയ്യം ജനാർദ്ദനൻ വഴി പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ മണ്ഡലത്തിലെ ജയസാധ്യതയെ സാരമായി ബാധിക്കുന്നു, പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞത്. 50-ലധികം വർഷമായി താൻ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു വാക്ക് കേൾക്കാതെ, അഭിപ്രായം തേടാതെ ഒരു തീരുമാനം മുകളിൽ നിന്ന് എടുക്കുന്നു. ആ തീരുമാനം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. തനിക്കെതിരെ എന്ത് നടപടി വന്നാലും അത് ആ രീതിയിൽ നേരിട്ട് കൊള്ളാം. താൻ മത്സരിക്കാൻ തയ്യാറാണ്. നാളെ ഉച്ചയോടുകൂടി തന്നെ നോമിനേഷൻ കൊടുക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൊയ്യം ജനാർദ്ദനൻ മത്സരിക്കുകയാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദന് പിന്തുണ കൊടുക്കുന്നതിൽ വളരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിനകത്തും ലീഗിനകത്തും പ്രാദേശിക തലത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വോട്ടുകൾ വിഭജിക്കാനും ഇടതുമുന്നണിയുടെ വിജയം അനായാസമാകാനുമാണ് സാധ്യത. ഒരു ഫൈറ്റിംഗ് സീറ്റിൽ വിജയ സാധ്യത ഒരുപക്ഷെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകുമായിരുന്ന ഒരു സീറ്റിൽ കോൺഗ്രസ് ചെയ്തത് ശരിയാണോ എന്നൊരു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ളൊരു വിശകലനത്തിന് സ്കോപ്പുണ്ട് എന്ന് തോന്നുന്നു.